Hello everyone. In this video, we are going to discuss about the second module of International Economics, that's Theories of International Trade. The important three phases of trade theories are: first one, pre-classical school, that's mercantilism. Second one, classical version. It includes absolute advantage and comparative advantage. Third one, modern version, that is HO theory. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസിനെ നമുക്ക് മെയിനായിട്ട് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ പ്രീ ക്ലാസിക്കൽ സ്കൂളാണ്, അതായത് മെർക്കൻറ്റിലിസം വ്യൂ സപ്പോർട്ട് ചെയ്യുന്നത്. മെർക്കൻറ്റിലിസമാണ് ഫസ്റ്റ് വൺ, പ്രീ ക്ലാസിക്കൽ. സെക്കൻഡ് വൺ ക്ലാസിക്കൽ വേർഷൻ, അതിൽ ആഡം സ്മിത്തിൻ്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയും ഡേവിഡ് റിക്കാർഡോയുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയാണ് വരുന്നത്. തേർഡ് വൺ മോഡേൺ വേർഷനാണ്. മോഡേൺ വേർഷനിലുള്ള ട്രേഡ് തിയറി പറഞ്ഞത് HO തിയറിയാണ്, എക്ഷർ-ഓഹ്ലിൻ തിയറിയാണ്. ഈ മൂന്ന് തിയറീസാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഡീൽ ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് വൺ, മെർക്കൻറ്റിലിസ്റ്റ് അപ്രോച്ച് ടു ട്രേഡ് പ്രിവൈൽസ് ഇൻ യൂറോപ്പ് ഇൻ ബിറ്റ്വീൻ 1500 to 1750. ഈ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു ട്രേഡ് ഐഡിയ ആയിരുന്നു മെർക്കൻറ്റിലിസം. മെർക്കൻറ്റിലിസം എന്നുള്ള ടേം ഫസ്റ്റായിട്ട് കോയിൻ ചെയ്തത് ആഡം സ്മിത്ത് ആണ്. ടേം ഫസ്റ്റ് കോയിൻ ബൈ ആഡം സ്മിത്ത്. മെർക്കൻറ്റിലിസം ഈസ് ദ എക്കണോമിക് ഐഡിയാസ് ആൻഡ് ഫിലോസഫി പ്രിവൈലിംഗ് ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് നെതർലാൻഡ് ഡ്യൂറിംഗ് ദി 16th century to the middle of 18th century. 16th century and 18th centuryൻ്റെ മിഡിലിൽ ഫ്രാൻസ്, ബ്രിട്ടൻ, നെതർലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന ഒരു എക്കണോമിക് ഐഡിയ ആൻഡ് ഫിലോസഫിയാണ് മെർക്കൻറ്റിലിസം എന്ന് പറയുന്നത്. മെർക്കൻറ്റിലിസം ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് ദി പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് സ്റ്റേറ്റ് ബിൽഡിംഗ്. മെർക്കൻറ്റിലിസത്തിന് അറിയപ്പെടുന്ന വേറൊരു പേരാണ് പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് സ്റ്റേറ്റ് ബിൽഡിംഗ്. ട്രേഡ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് അതർ നേഷൻ, ഇതായിരുന്നു മെർക്കൻറ്റിലിസം. അതായത് മറ്റൊരു നേഷൻ്റെ എക്സ്പെൻസിൽ ട്രേഡ് നടത്തുക എന്നുള്ളത്. ഓർ വി ക്യാൻ സേ ദാറ്റ് എക്സ്പോർട്ട് മോർ ആൻഡ് ഇമ്പോർട്ട് ലെസ് ഓർ നോ ഇമ്പോർട്ട്. ഇവരുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കൂടുതലും ഫോക്കസ് ചെയ്തത് എക്സ്പോർട്ടിനായിരുന്നു. കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യില്ല, നോ ഇമ്പോർട്ട്, ആൻഡ് അക്വയർ മോർ പ്രീഷ്യസ് മെറ്റൽസ് ആൻഡ് ഗോൾഡ്, സിൽവർ. എന്നിട്ട് പ്രീഷ്യസ് മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡ്, സിൽവർ ഇവർ വാങ്ങിക്കുക. ഇതായിരുന്നു ഇവരുടെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ. അതായത് കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുക, ഇമ്പോർട്ട് ഇവർ തീരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എക്സ്പോർട്ട് ചെയ്തിട്ട് മറ്റുള്ള നാഷൻ്റെ കയ്യിലുള്ള പ്രീഷ്യസ് മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡ് ആൻഡ് സിൽവറിനെ അക്വയർ ചെയ്യുക. പ്രീഷ്യസ് മെറ്റൽസ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഐഡിയ. ബുള്ളിയനിസം, the idea that the wealth of a nation can be judged in terms of precious metals. അപ്പോൾ ഇവർ വിശ്വസിച്ചിരുന്നത് ബുള്ളിയനിസത്തിലായിരുന്നു. അതായത് ഒരു നാഷൻ്റെ വെൽത്തിനെ നമ്മൾ കണക്കാക്കുന്നത് ആ ഒരു നാഷന് അവൈലബിൾ ആയിട്ടുള്ള പ്രഷ്യസ് മെറ്റൽസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് അവർ കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ടിന് ഒഴിവാക്കി കൂടുതലായിട്ട് ഗോൾഡും അതുപോലുള്ള പ്രഷ്യസ് മെറ്റൽസും അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. Their slogan was gold, more wealth and more power. മെർക്കൻറ്റിലിസം ഐഡിയയുടെ സ്ലോഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ്, മോർ വെൽത്ത് ആൻഡ് മോർ പവർ. സോ ദേ ബിലീവ്ഡ് ദാറ്റ് അക്വയറിംഗ് മോർ ഗോൾഡ് വിൽ ഗിവ് ദം മോർ വെൽത്ത് ആൻഡ് മോർ വെൽത്ത് ദം ഗിവ് മോർ പവർ. ഇതായിരുന്നു അവരുടെ ഒരു ഐഡിയ. നെക്സ്റ്റ്, ട്രേഡ് തിയറി ഈസ് എ സീറോസം ഗെയിം. അക്കോർഡിംഗ് ടു മെർക്കൻറ്റിലിസം, ട്രേഡ് എന്ന് പറയുന്നത് ഒരു സീറോസം ഗെയിം ആയിരുന്നു. അതായത് ദാറ്റ് മീൻസ് അറ്റ് എ ടൈം വൺ കൺട്രി ക്യാൻ ഏൺ ഫ്രം ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡിലൂടെ അറ്റ് എ ടൈം ഒരു രാജ്യത്തിന് മാത്രമേ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ ഗെയിൻ ഓഫ് വൺ നാഷൻ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ ലോസ് ഓഫ് അനദർ നേഷൻ. ഒരു നേഷൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് മറ്റൊരു നേഷൻ്റെ ലോസാണ്. ഒരു നാഷൻ ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുന്ന സമയത്ത്
ഒരു നേഷൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദി ലോസ് ഓഫ് അനദർ നേഷൻ, മറ്റൊരു നേഷന് നഷ്ടമാണ്. നെക്സ്റ്റ് പോയിന്റ്, ദി ഫോക്കസ്ഡ് ഓൺ വെൽത്ത് അക്യുമുലേഷൻ റാദർ ദാൻ വെൽഫെയർ. മെർക്കൻറ്റലിസം സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മെർക്കൻറ്റലിസ്റ്റ് ഐഡിയ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് വെൽത്ത് അക്യുമുലേഷനിലായിരുന്നു റാദർ ദാൻ വെൽഫെയർ. അവർ വെൽഫെയർ അല്ല കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്, കൂടുതലായിട്ട് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫോക്കസ് ചെയ്തത്. നെക്സ്റ്റ് വൺ, അഡാപ്ഷൻ ഓഫ് ട്രേഡ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്. ഇവർ കൂടുതലായിട്ടും ട്രേഡ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രേഡ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് മീൻസ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ താരിഫ്, അതുപോലെയുള്ള ട്രേഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സൊക്കെ ഇവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് മെർക്കൻറ്റലിസം. യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു ഐഡിയ ആയിരുന്നു, എക്കണോമിക് ഐഡിയ ആൻഡ് ഫിലോസഫിയാണ് മെർക്കൻറ്റലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, നെതർലാൻഡ് പോലുള്ള രാജ്യങ്ങളിലാണ് കൂടുതലും കണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതിനറിയപ്പെടുന്ന വേറൊരു പേരാണ് പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് സ്റ്റേറ്റ് ബിൽഡിംഗ്. അവരുടെ ട്രേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീറോസം ഗെയിം. ദേ ബിലീവ്ഡ് ഇൻ ബുള്ളിയനിസം ആൻഡ് ദ സ്ലോഗൻ വാസ് കോൾഡ് മോർ ഗോൾഡ്, മോർ വെൽത്ത് ആൻഡ് മോർ പവർ. ഇവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത് വെൽത്ത് അക്യുമുലേഷനിലാണ് റാദർ ദാൻ വെൽഫെയർ, ആൻഡ് ദേ അഡോപ്റ്റഡ് ട്രേഡ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്. ഇനി നെക്സ്റ്റ് തിയറി, ക്ലാസിക്കൽ തിയറിയിൽ ഫസ്റ്റ് വൺ ആണ് തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, വിച്ച് വാസ് ഗിവൻ ബൈ ആഡം സ്മിത്ത്, വാസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇക്കണോമിക്സ്. സോ സ്മിത്ത് പബ്ലിഷ്ഡ് ഹിസ് വർക്ക് in 1776 as Wealth of Nation, and he attacked the mercantilist view on international trade. ആഡം സ്മിത്തിൻ്റെ 1776 പബ്ലിഷ് ചെയ്ത വൺ ഓഫ് ഹിസ് ഫേമസ് വർക്കാണ് വെൽത്ത് ഓഫ് നാഷൻ. അതിലൂടെ അദ്ദേഹം ഇൻ്റർനാഷണൽ ട്രേഡിലുള്ള മെർക്കൻറ്റലിസ്റ്റ് വ്യൂവിനെ ക്രിട്ടിസൈസ് ചെയ്തു. He argued that wealth of nation is depend upon the goods and services available to the citizen rather than gold reserve held by the nation. അദ്ദേഹം പറഞ്ഞത് ഒരു രാജ്യത്തിൻ്റെ വെൽത്ത് ഡിപ്പെൻഡ് ചെയ്യണത് ആ രാജ്യത്തിലുള്ള സിറ്റിസൺസിന് അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ബേസിലാണ്, അല്ലാണ്ട് ആ നേഷൻ്റെ എത്രത്തോളം ഗോൾഡ് റിസർവ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബേസിലല്ല. വെൽത്ത് ഓഫ് എ നാഷൻ ഡിപ്പെൻഡ് ചെയ്യണത് സിറ്റിസൺസിന് അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ബേസിലാണ്, and not based on the gold reserve held by the nation. So absolute advantage inde important assumptions ആണ് അടുത്തത് പറയുന്നത്. 2x2x1 മോഡൽ ആയിരുന്നു. അതായത് 2 nations, 2 commodities and 1 factor of production. Factor of production എന്ന് പറയുന്നത് ലാബർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലാബർ is the only factor. ക്യാപിറ്റൽ അവിടെ ഇല്ല. ലാബർ ഇസ് ദ ഓൺലി വൺ ഹു ക്രിയേറ്റ്സ് ദ വാല്യൂ. സോ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ 1 ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, ദാറ്റ് ഈസ് ലാബർ. നെക്സ്റ്റ് വൺ, കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ. റിട്ടേൺ ടു സ്കെയിൽ കോൺസ്റ്റൻ്റ് ആയിരുന്നു. നെക്സ്റ്റ് അസംഷൻ, ലാബർ ഈസ് പെർഫെക്റ്റ്ലി മൊബൈൽ വിത്തിൻ ദ കൺട്രി ബട്ട് പെർഫെക്റ്റ്ലി ഇമ്മൊബൈൽ ബിറ്റ്വീൻ ദ കൺട്രി. ലാബർ വിത്തിൻ ദ കൺട്രിയിൽ പെർഫെക്റ്റ്ലി മൊബൈൽ ആയിരുന്നു, ബട്ട് ബിറ്റ്വീൻ ദ കൺട്രീസ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് ഓഫ് ദി ലാബർ എന്ന് പറയുന്നത് ഇമ്മൊബൈലാണ്. നെക്സ്റ്റ് അസംഷൻ, ലാബർ ഈസ് ഹോമോജീനിയസ്. അതായത് ഓരോ ലാബറും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓരോ യൂണിറ്റ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആയിരുന്നു. ലാബർ ഈസ് ഹോമോജീനിയസ്. നെക്സ്റ്റ് വൺ, ഫ്രീ ട്രേഡ്. ട്രേഡ് ഫ്രീ ആയിരുന്നു. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻസ്, ഡ്യൂട്ടീസ്, താരിഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദർ ഇസ് നോ ട്രേഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള യാതൊരു മെഷേഴ്സും ഇവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫ്രീ ട്രേഡ് ആയിരുന്നു. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. നെക്സ്റ്റ് വൺ കൺട്രി ഹാസ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ വൺ കമ്മോഡിറ്റി. അടുത്ത അസംഷനാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് വൺ കൺട്രി ഹാസ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ വൺ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിന്മേൽ ഒരു കൺട്രിക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. ആൻഡ് ദ സെക്കൻഡ് കൺട്രി, രണ്ടാമത്തെ കൺട്രിക്ക് ഹാസ് അഡ്വാൻറ്റേജ് ഇൻ അനദർ കമ്മോഡിറ്റി. മറ്റൊരു കമ്മോഡിറ്റിൻ്റെ മേലായിരിക്കും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവുക. നമ്മൾ അസംഷൻ ഫസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു 2x2x1 മോഡലാണ്. അപ്പോൾ അവിടെ 2 കൺട്രീസ് ഉണ്ട്, 2 കമ്മോഡിറ്റി ഉണ്ട്.
ഇപ്പോൾ ഒരു കൺട്രിക്ക് ഒരു കമ്മോഡിറ്റിൻ്റെ മേലെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവും, രണ്ടാമത്തെ കൺട്രിക്ക് രണ്ടാമത്തെ കമ്മോഡിറ്റിൻ്റെ മേലെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവും. നെക്സ്റ്റ് അസംഷൻ, എ സിസ്റ്റം ഓഫ് ബാർട്ടർ പ്രിവൈൽസ്. ബാർട്ടർ സിസ്റ്റം ആയിരുന്നു അവിടെ പ്രിവൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലാസ്റ്റ് അസംഷൻ ഈസ് സീറോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് സീറോ ആയിരുന്നു. നെക്സ്റ്റ്, absolute advantage. What is meant by absolute advantage? Ability of a nation to produce greater quantity of a good or service than competitors using the same amount of resources. So, same amount of resource ഉപയോഗിച്ചിട്ട് greater quantities of goods or services ഒരു നാഷന് കോമ്പറ്റീറ്റേഴ്സിനേക്കാളും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ that is what is meant by absolute advantage. സോ രണ്ട് നാഷൻസ് ഉണ്ട്, എ എന്ന് പറഞ്ഞൊരു നാഷനും ബി എന്ന് പറഞ്ഞൊരു നാഷനും. രണ്ട് പേർക്കും അവൈലബിൾ ആയിട്ടുള്ളത് സെയിം എമൗണ്ട് ഓഫ് റിസോഴ്സസ് ആണ്. സോ ഇഫ് നേഷൻ എ ക്യാൻ പ്രൊഡ്യൂസ് ഗ്രേറ്റർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് കമ്പയറിങ് ടു ബി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കമ്മോഡിറ്റി, അവർക്ക് ആ ഒരു കമ്മോഡിറ്റിയിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നർത്ഥം. According to him എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ആഡം സ്മിത്ത് ആണ്. According to Adam Smith, a country should specialize in the production and export of those commodity in which country has an absolute advantage and import those commodity in which country has an absolute disadvantage. ആഡം സ്മിത്ത് പറയാണ്, ഈ തിയറി പ്രകാരം ഒരു കൺട്രി സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് അവർക്ക് ഏത് കമ്മോഡിറ്റിയിലാണോ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് അതിൻ്റെ പ്രൊഡക്ഷനിലും എക്സ്പോർട്ടിലും സ്പെഷ്യലൈസ് ചെയ്യുക. ഏത് കമ്മോഡിറ്റിയിലാണോ അബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് ഉള്ളത് അത് ഇമ്പോർട്ട് ചെയ്യുക. ഇപ്പം എ എന്ന് പറഞ്ഞൊരു നാഷനും ബി എന്ന് പറഞ്ഞൊരു നാഷനും ഉണ്ട്, രണ്ട് കമ്മോഡിറ്റി ഉണ്ട്, എക്സ് ആൻഡ് വൈ. നേഷൻ എക്ക് എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റിയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്നുണ്ടെങ്കിൽ ആ എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് നാഷൻ ബിക്ക് എക്സ്പോർട്ട് ചെയ്യാം. വൈ എന്ന് പറഞ്ഞ കമ്മോഡിറ്റി അബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് ആണ് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, മറ്റ് നാഷൻ്റെ കയ്യിൽ നിന്ന്, അതായത് ബി എന്ന് പറഞ്ഞ നാഷൻ്റെ കയ്യിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇതാണ് absolute advantage theory which is mentioned by Adam Smith. For example, ടാബിൾ നോക്കുക, അതിൽ കാണിക്കുന്നത് ഔട്ട്പുട്ട് പെർ ഹവർ ആണ്, കെ ജിയിലാണ്. അപ്പോൾ രണ്ട് കൺട്രി ഉണ്ട്, ഇന്ത്യ ആൻഡ് ക്യൂബ. ഇന്ത്യ ഷുഗർ 5 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് പെർ ഹവർ, ടീ 10 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്യൂബിൻ്റെ കേസിൽ ഷുഗർ 10ഉം ടീ 5 ആണ്. അപ്പോൾ ഇവിടെ ഇന്ത്യക്ക് പെർ ഹവർ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടീ ആണ്. ഒരു ഹവറിൽ 10 kg ടീ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഷുഗർ ഇറ്റ് ഈസ് ഓൺലി പ്രൊഡ്യൂസിങ് 5. അപ്പോൾ ഇന്ത്യൻ്റെ കേസിൽ, ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടീയിലാണ്. ക്യൂബിൻ്റെ കേസിൽ പെർ ഹവറിൽ 10 kg ഓഫ് ഷുഗർ ക്യൂബ ക്യാൻ പ്രൊഡ്യൂസ് ആൻഡ് ഓൺലി 5 kg ഓഫ് ടീ ദേ ക്യാൻ പ്രൊഡ്യൂസ്. സോ ക്യൂബിൻ്റെ കേസിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് ഷുഗറിനാണ്. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യും, ടീ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ടീ എക്സ്പോർട്ട് ചെയ്യും ടു ക്യൂബ, ആൻഡ് ക്യൂബ പ്രൊഡ്യൂസ് ഷുഗർ ആൻഡ് എക്സ്പോർട്ട് ഷുഗർ ടു ദി ഇന്ത്യ. അപ്പോൾ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഏതിലാണുള്ളത് അതിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക, അബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് ഉള്ളതിനെ ഇമ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്ത്യൻ്റെ കേസ് മാത്രം എടുക്കാം. ഇന്ത്യൻ്റെ കേസിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ള ടീയിലാണല്ലോ. അപ്പോൾ ടീന് എന്ത് ചെയ്യും, ഇന്ത്യ ക്യൂബക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യും. അബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഷുഗറിലാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യും, ക്യൂബിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യും. Here India have absolute advantage in producing tea and Cuba have absolute advantage in producing sugar. So this is absolute advantage theory which is mentioned by Adam Smith. Next, അടുത്തത് ഡേവിഡ് റിക്കാർഡോൻ്റെ തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്.
അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ഓഫ് ആഡം സ്മിത്തിൻ്റെ അതേ അസംഷൻസ് തന്നെയാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിലും വരുന്നത്. ബട്ട് ഓൺലി വൺ തിങ് ഇസ് മാറ്റർ. ആഡം സ്മിത്തിൻ്റെ കേസിൽ, അതായത് ഫസ്റ്റ് തിയറി നമ്മൾ പഠിച്ചത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിൽ, ദേ ആർ ഫോക്കസ്ഡ് ഓൺ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഓഫ് ദി ഗുഡ്. ഇവിടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിൽ ദേ ആർ കൺസിഡറിങ് ദി കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അബ്സല്യൂട്ട് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അല്ല, ദേ ആർ ലുക്കിംഗ് ഫോർ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പം ആഡം സ്മിത്ത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പബ്ലിഷ് ചെയ്ത സമയത്ത് ഡേവിഡ് റിക്കാർഡോ അതിനെ ക്രിട്ടിസൈസ് ചെയ്തു. ഇപ്പം ഒരു നാഷന് ഏതൊരു കമ്മോഡിറ്റിയിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈസ് ഇറ്റ് പോസിബിൾ ഫോർ ട്രേഡ് പോസിബിൾ ആകുമോ എന്നുള്ളത്. അപ്പം ആഡം സ്മിത്തിന് അതിനൊരു ആൻസർ ഇല്ലായിരുന്നു. ആൻഡ് ഡേവിഡ് റിക്കാർഡോ സെഡ് യെസ്, ട്രേഡ് ഈസ് പോസിബിൾ ത്രൂ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ഏതെങ്കിലും ഒരു നാഷന് അബ്സല്യൂട്ട് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അടുത്ത എന്താ നോക്കണ്ടേ, കമ്പാരിറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടോ നോക്കുക. ദെൻ ദേ ക്യാൻ ഹാവിങ് ട്രേഡ്. സോ ഇമ്പോർട്ടൻറ്റ് അസംഷൻസ് എന്ന് പറയുന്നത് 2x2x1 മോഡലാണ്. അതായത് 2 നാഷൻ, 2 കമ്മോഡിറ്റി ആൻഡ് 1 ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. 1 ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാബറാണ്. Labor is the only factor. Next point is constant return to scale. Return to scale constant ആണ്. Labor is perfectly mobile within the country but perfectly immobile between the country. Labor perfectly mobile ആണ് internally and externally between the nation. ലാബറിൻ്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് ഇമ്മൊബൈൽ ആണ്. And labor is homogeneous. Next one is free trade. And next one is the important point. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിൽ നമ്മൾ പറഞ്ഞത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജുള്ള കമ്മോഡിറ്റിനെ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിൽ one country has absolute advantage in both commodity and the second country has disadvantage in both commodity. ഇവിടെ ഒരു കൺട്രിക്ക് ഒരു കമ്മോഡിറ്റിയിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, മറ്റൊരു കൺട്രിക്ക് 2 കമ്മോഡിറ്റിൻ്റെ മേലെയും ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഉള്ളത്. അതാണ് ഇമ്പോർട്ടൻ്റ് അസംഷൻ എന്ന് പറയുന്നത്. വൺ കൺട്രി ഹാസ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ ബോത്ത് കമ്മോഡിറ്റിൻ്റെ മേലെ, 2 കമ്മോഡിറ്റിൻ്റെ മേലെയും ഒരു കൺട്രിക്ക് അബ്സല്യൂട്ട് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് കൺട്രിക്ക് 2 കമ്മോഡിറ്റി മേലെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഉള്ളത്. നെക്സ്റ്റ് അസംഷൻ എ സിസ്റ്റം ഓഫ് ബാർട്ടർ പ്രിവൈൽസ്. ബാർട്ടർ സിസ്റ്റമാണ് പ്രിവൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 0 ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 0 ആണ്. ഇനി എന്താണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് അക്കോർഡിംഗ് ടു ഡേവിഡ് റിക്കാർഡോ നോക്കാം. According to David Ricardo, even if there is absolute disadvantage in the production of both commodities, mutually beneficial trade is possible. To him, a country should specialize in the production and export of those commodities in which there is a comparative advantage and import those commodities in which the country has a comparative disadvantage. According to David Ricardo പറയുന്നത് ഒരു കൺട്രിക്ക് അബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് ആണ് 2 കമ്മോഡിറ്റീസും പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ മ്യൂച്വലി ബെനിഫിഷ്യബിൾ ട്രേഡ് പോസിബിൾ ആണ്. എങ്ങനെ? ടു ഹിം എ കൺട്രി ഷുഡ് സ്പെഷ്യലൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് ഓഫ് ദോസ് കമ്മോഡിറ്റി ഇൻ വിച്ച് ദർ ഇസ് എ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലെങ്കിലും കമ്പയർ ചെയ്യുമ്പം ഏതിലാണോ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് അതിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക, കമ്പാരിറ്റീവ്ലി ഡിസ്അഡ്വാൻറ്റേജ് ഉള്ളതിനെ ഇമ്പോർട്ട് ചെയ്യുക. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ലെറ്റ്സ് ലുക്ക് ഫോർ ദി ടേബിൾ. സെയിം ആസ് ലാസ്റ്റ് ടേബിൾ, ഔട്ട്പുട്ട് പെർ ഹവർ ഇൻ kg ആണ് കൊടുത്തിട്ടുള്ളത്. 2 കൺട്രീസ് ഉണ്ട്, 2 കമ്മോഡിറ്റി ഉണ്ട്. ഇവിടെ 2 കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് ബർമ ആണ്. 2 കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് വീറ്റ് ആൻഡ് ടീ ആണ്. സോ കൺട്രി ഇന്ത്യ ക്യാൻ പ്രൊഡ്യൂസ് ബോത്ത് വീറ്റ് ആൻഡ് ടീ ഇൻ 10 kg. 2 കമ്മോഡിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 2 കമ്മോഡിറ്റീസും പ്രൊഡ്യൂസ് ചെയ്യാൻ അഡ്വാൻറ്റേജ് ഉണ്ട്. ബോത്ത് ടീ ആൻഡ് വീറ്റ് ക്യാൻ പ്രൊഡ്യൂസ്. ബർമൻ്റെ കേസിൽ 2 കമ്മോഡിറ്റി ആയിട്ടുള്ള വീറ്റ് ആൻഡ് ടീ പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിസ്അഡ്വാൻറ്റേജ് ഉള്ളത്. ഓക്കെ, അബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് ആണ് 2 പ്രൊഡ്യൂസ് ചെയ്യാൻ. പക്ഷേ കമ്പാരിറ്റീവ്ലി ബർമ ക്യാൻ പ്രൊഡ്യൂസ് ടീ. ഓക്കെ,
വീറ്റ് 4 ആണ്, ടീ 5 ആണ്. സോ ബർമ ക്യാൻ പ്രൊഡ്യൂസ് ടീ. അപ്പം കമ്പാരിറ്റീവ്ലി അഡ്വാൻറ്റേജ് ബർമക്ക് 5 ആണ്, ടീ ആണ്. ഇന്ത്യൻ്റെ കേസിൽ കമ്പാരിറ്റീവ്ലി അഡ്വാൻറ്റേജ് ഉള്ളത് വീറ്റാണ്. ബിക്കോസ് ബർമനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വീറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 മടങ്ങ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ടീ ആണ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മടങ്ങാണ് ബർമനെ സംബന്ധിച്ചിടത്തോളം 2 മടങ്ങേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 2 fold മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 മടങ്ങ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് ബർമ ക്യാൻ ഓൺലി പ്രൊഡ്യൂസ് 4. So India should specialize in the production of wheat and Burma can specialize in the production of tea. ഓക്കെ, അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യും? വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബർമക്ക് എക്സ്പോർട്ട് ചെയ്യും. ആൻഡ് ബർമ വിൽ പ്രൊഡ്യൂസ് ടീ ആൻഡ് എക്സ്പോർട്ട് ഇറ്റ് ടു ഇന്ത്യ. ഇങ്ങനെയാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് പറയുന്നത്. ദാറ്റ് ഈസ് റിക്കാർഡോ പറയുന്നത് കമ്പാരിറ്റീവ് അബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി അഡ്വാൻറ്റേജ് ഉള്ളതിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക, കമ്പാരിറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ് ഉള്ളതിനെ ഇമ്പോർട്ട് ചെയ്യുക. So that's all about classical theory of international trade. Next we are moving to modern theory of international trade, that is Heckscher-Ohlin theory. So Heckscher-Ohlin theory is the modern theory of international trade. മോഡേൺ തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്നറിയപ്പെടുന്നത് ഹെക്ഷർ-ഓഹ്ലിൻ തിയറിയാണ്, അല്ലെങ്കിൽ എച്ച് ഒ തിയറി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫാക്ടർ എൻഡോവ്മെൻറ്റ് തിയറി ആൻഡ് ഫാക്ടർ പ്രപ്പോർഷൻ തിയറി. ദിസ് ഈസ് ഡെവലപ്ഡ് ബൈ സ്വീഡിഷ് എക്കണോമിസ്റ്റ് എലി ഹെക്ഷർ ആൻഡ് ബെർട്ടിൽ ഓഹ്ലിൻ. സ്വീഡിഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള എലി ഹെക്ഷറും ബെർട്ടിൽ ഓഹ്ലിനാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ് മൂവ് ടു assumptions of HO theory. The first assumption is 2 into 2 into 2 മോഡലാണ്. ക്ലാസിക്കൽ തിയറി നമ്മൾ പറഞ്ഞപ്പം ദർ ഇസ് ഓൺലി ലാബർ ആസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലാബറിന് മാത്രമേ അവിടെ വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് HO തിയറി 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ലാബർ ആൻഡ് ക്യാപിറ്റൽ. സോ 2 നാഷൻ, 2 കമ്മോഡിറ്റി ആൻഡ് 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് assumption, there is perfect competition in both commodity and factor market. കമ്മോഡിറ്റി ആൻഡ് ഫാക്ടർ മാർക്കറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു പ്രിവൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ഓൾ പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ആർ ഹോമോജീനിയസ് ഓഫ് ദി ഫസ്റ്റ് ഡിഗ്രി. പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ഒക്കെ ഹോമോജീനിയസ് ഓഫ് ദി ഫസ്റ്റ് ഡിഗ്രി ആയിരുന്നു, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആയിരുന്നു. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ആർ ഫ്രീലി മൊബൈൽ വിതിൻ എ കൺട്രി ബട്ട് ഇമ്മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വിതിൻ ദി കൺട്രി ഫ്രീലി മൊബൈൽ ആയിരുന്നു, between countries internationally it is immobile. Next, 2 countries are different in factor supply. അപ്പോൾ 2 കൺട്രീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുള്ളൂ. എ എന്ന് പറഞ്ഞ കൺട്രി, ബി എന്ന് പറഞ്ഞ കൺട്രി ആണെന്നുണ്ടെങ്കിൽ 2 കൺട്രീസിൻ്റെ ഫാക്ടർ സപ്ലൈ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഫാക്ടർ അബാൻഡൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. മേ ബി വൺ നാഷൻ ഈസ് ക്യാപിറ്റൽ അബാൻഡൻ നാഷൻ ആയിരിക്കും, മറ്റേത് ലാബർ അബാൻഡൻ നാഷൻ ആയിരിക്കും. അപ്പോൾ ഫാക്ടർ സപ്ലൈയിൽ ഡിഫറൻസ് ഉണ്ടാവും. അത് അവരുടെ ഒരു അസംഷൻ ആയിരുന്നു. നെക്സ്റ്റ് വൺ, 2 കമ്മോഡിറ്റീസ് ആർ ഡിഫറെൻറ്റ് ഇൻ ഫാക്ടർ ഇൻറ്റൻസിറ്റി. കമ്മോഡിറ്റീസ് അവരുടെ ഫാക്ടർ ഇൻറ്റൻസിറ്റിൻ്റെ കേസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഫാക്ടർ ഇൻറ്റൻസിറ്റി മീൻസ് ദ എമൗണ്ട് ഓഫ് ഫാക്ടർ യൂസ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് ദാറ്റ് കമ്മോഡിറ്റി. ഇപ്പോൾ ഒരു കമ്മോഡിറ്റി എക്സ് എന്ന് പറഞ്ഞൊരു കമ്മോഡിറ്റി ലാബർ ഇൻറ്റൻസീവ് ആണെന്ന് പറയുന്നത് മോർ ഓഫ് ദി ലാബർ ആ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ലാബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി എന്ന് പറയും. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ക്യാപിറ്റലാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി എന്ന് പറയും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മീൻ ബൈ ക്യാപിറ്റൽ ഇൻറ്റൻസിറ്റി, ഫാക്ടർ ഇൻറ്റൻസിറ്റി. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആവാം അല്ലെങ്കിൽ ലാബർ ഇൻറ്റൻസീവ് ആവാം. അപ്പം മെയിനായിട്ട് HO തിയറി ഫോക്കസ് ചെയ്യണ ഈ നേരത്തെ പറഞ്ഞ അസംഷൻ ഈ പറഞ്ഞ അസംഷനിലാണ്. അതായത് 2 കൺട്രീസ് ആർ ഡിഫറെൻറ്റ് ഇൻ ഫാക്ടർ സപ്ലൈ അല്ലെങ്കിൽ ഫാക്ടർ അബാൻഡൻസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് 1, 2 കമ്മോഡിറ്റീസ് ആർ ഡിഫറെൻറ്റ് ഇൻ ഫാക്ടർ ഇൻറ്റൻസിറ്റി. ഫാക്ടർ ഇൻറ്റൻസിറ്റിൻ്റെ കേസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് അസംഷൻ ഈസ് ഫ്രീ ട്രേഡ്. ഫ്രീ ട്രേഡ് പ്രിവൈൽസ് ആൻഡ് ദർ ഇസ് നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. സോ എന്താണ് HO തിയറി പറയുന്നത്? The HO theorem states that if a nation is rich in capital,
that nation will produce and export capital intensive commodity, and if a nation is rich in labor, that nation will produce and export labor intensive commodity. അപ്പോൾ എച്ച് ഒ തിയറം സ്റ്റേറ്റ് ചെയ്യണത് ഒരു നാഷൻ ക്യാപിറ്റൽ അബാൻഡൻ നാഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ക്യാപിറ്റൽ റിച്ച് നാഷനാണ്, കൂടുതലായിട്ടും ക്യാപിറ്റൽ ഉള്ള ഒരു നാഷൻ ആണെന്നുണ്ടെങ്കിൽ ആ നാഷന് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും എന്തായിരിക്കും? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി ആയിരിക്കും, കൂടുതലായിട്ട് ക്യാപിറ്റൽ യൂസ് ചെയ്ത കമ്മോഡിറ്റീസ് ആയിരിക്കും. ആൻഡ് ഒരു നാഷൻ റിച്ച് ഇൻ ലാബർ ആണെന്നുണ്ടെങ്കിൽ, ലാബർ അബാൻഡൻറ്റ് നാഷനാണ്, ലാബർ റിച്ച് നാഷൻ ആണെന്നുണ്ടെങ്കിൽ ആ നാഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും എന്തായിരിക്കും? ലാബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ആയിരിക്കും. ഓക്കെ, അതാണ് എച്ച് ഒ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പം ലാബർ നമ്മൾ അബാൻഡൻസ് എന്ന് പറയുന്നതും ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതും മനസ്സിലാക്കി വെക്കുക. അതായത് ക്യാപിറ്റൽ അബാൻഡൻറ്റ് നാഷൻ എന്ന് പറയുമ്പോൾ, നാഷൻ്റെ കേസിലാണ് നമ്മൾ അബാൻഡൻസ് പറയാം. ഓക്കെ, ക്യാപിറ്റൽ അബാൻഡൻറ്റ് നാഷൻ എന്ന് പറയുമ്പം ക്യാപിറ്റൽ കൂടുതലായിട്ടുള്ള നാഷൻ. ആ നാഷൻ എന്താ ചെയ്യുക? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി, അതായത് കൂടുതലായിട്ട് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കമ്മോഡിറ്റി എക്സ്പോർട്ട് ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇനി ഒരു നാഷൻ ലാബർ റിച്ച് നാഷൻ ആണെന്നുണ്ടെങ്കിൽ ആ നാഷന് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും ലാബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി ആയിരിക്കും. സോ ദിസ് ഈസ് വാട്ട് ഈസ് മീൻ ബൈ എച്ച് ഒ തിയറം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ലിയോണ്ടിഫ് പാരഡോക്സ് ആണ്. പാരഡോക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ക്രിറ്റിസിസം. നമ്മളിപ്പം പറഞ്ഞ എച്ച് ഒ തിയറിൻ്റെ ഒരു ക്രിറ്റിസിസമാണ് ലിയോണ്ടിഫ് പാരഡോക്സ്. അതിനെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് ലിയോണ്ടിഫ് പാരഡോക്സ്. The first empirical test on HO theory was done by W. Leontief in 1947 by using the data of USA. The result was just opposite of HO theory. So, HO theory ഫസ്റ്റ് എംപിരിക്കൽ ആയിട്ട് പഠിച്ച് ടെസ്റ്റ് നടത്തിയത് W. Leontief ആണ് 1947. അദ്ദേഹം USA ഡാറ്റ എടുത്തിട്ടാണ് ഈ ഒരു HO തിയറിനെ പഠിച്ചത്. അപ്പം പഠിച്ച സമയത്ത് ഇദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരുന്നു. എച്ച് ഒ തിയറി എന്താ പറയുന്നത്? ക്യാപിറ്റൽ അബാൻഡൻ്റ് ആയിട്ടുള്ള നേഷൻ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു. ലാബർ അബാൻഡൻ്റ് ആയിട്ടുള്ള നേഷൻ ലാബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതാണല്ലോ എച്ച് ഒ തിയറി. അപ്പോൾ ലിയോണ്ടിഫിന് കിട്ടിയ ഉത്തരം, അതായത് ടെസ്റ്റ് നടത്തിയപ്പം കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരുന്നു. അതായത് USA കുറിച്ച് പഠിച്ച സമയത്ത് ഹി ഫൗണ്ട് ദാറ്റ് US is the most capital abundant country in the world. They produce and export labor intensive commodity and import capital intensive commodity. USA എന്ന് പറയുന്നത് ക്യാപിറ്റൽ അബാൻഡൻറ്റ് കൺട്രിയാണ്, ലോകത്തിലെ ക്യാപിറ്റൽ കൂടുതലായിട്ടുള്ള കൺട്രിയാണ്. പക്ഷേ USA പ്രൊഡ്യൂസ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും ലാബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റിയാണ്, ഇമ്പോർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റിയാണ്. ഓക്കെ, അപ്പം ശരിക്കും എച്ച് ഒ തിയറി പ്രകാരം USA ചെയ്യേണ്ടത് എന്താണ്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റിനെ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് ലാബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റിനെ ഇമ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. ബട്ട് ലിയോണ്ടിഫ് ഫൗണ്ട് ദാറ്റ് ദ റിസൾട്ട് വാസ് USA is the most capital abandoned country in the world. They produce and export labor intensive commodity. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും ലാബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റിയാണ്, ആൻഡ് ഇമ്പോർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റിയാണ്. സോ ദിസ് ഈസ് ദ പാരഡോക്സ്. അപ്പോൾ ലിയോണ്ടിഫ് തന്നെ ഈ ഒരു പാരഡോക്സിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് USA അങ്ങനെ സംഭവിക്കുന്നുള്ളത്. The first one, USA's labor productivity is higher than that of the labors of another nation. മറ്റ് നാഷനെ സംബന്ധിച്ചിടത്തോളം USA ലാബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് മറ്റ് നാഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കൂടുതലാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്? ലാബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ലാബർ പ്രൊഡക്ടിവിറ്റി ഓഫ് USA എന്ന് പറയുന്നത് ഹയർ ആണ് മറ്റ് നാഷനെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് പോയിന്റ്, USA's ഡിമാൻഡ് പാറ്റേൺ ഈസ് ഹൈലി ടുവേർഡ്സ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ്. USA ഡിമാൻഡ് പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും വേണ്ടത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് ആണ്. സോ ദീസ് ആർ ദ ടു റീസൺസ് വൈ USA ഹാവ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് എക്സ്പോർട്ട്. ഓക്കെ,
So this all are about today's video and this module. Thank you.